ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഈ നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഇതിനെക്കുറിച്ച് പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അതായത് ഞാൻ മുമ്പും ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ ഈ ഹണ്ടർ ഗ്യാദർ ലെവലിൽ ഇന്ന സമയത്തും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തെറ്റിദ്ധാരണ സൊസൈറ്റിയിലല്ല, ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്നത് കാഴ്ചയിൽ നല്ലതാണ്, എല്ലാം ഓക്കെയാണ്. പക്ഷേ ദീർഘായുസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അതൊരിക്കലും നല്ലതല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഈ ബോഡി ബിൽഡിങ്, ആ പേര് തന്നെ കേട്ടോ, ശരീരം നിർമ്മിക്കുക. അപ്പോൾ ബോഡി ഇങ്ങനെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് പ്രകൃതി വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രകൃതിയിൽ ബോഡി ഇങ്ങനെ ബിൽഡായിക്കൊണ്ടിരിക്കുക എന്നുള്ളതില്ല. പ്രകൃതിയിൽ പട്ടിണിയുണ്ട്, സമൃദ്ധിയുണ്ട്. ബോഡി എപ്പോഴും ഒരു ഹണ്ടർ ഗ്യാദർ ബോഡി ലെവലിൽ നിൽക്കും. ഒരു പരിധിക്കപ്പുറം ബോഡി വളരത്തില്ല. വളരാൻ വേണ്ടിയുള്ള ഭക്ഷണം ഇങ്ങനെ പ്രകൃതിയിൽ കിട്ടത്തില്ല. അപ്പോൾ യൂറോപ്പിൽ ഫാക്ടറി വന്നതിന് ശേഷം ഇഷ്ടംപോലെ ഫുഡ് കിട്ടി. അങ്ങനെ ഫാക്ടറിയുടെ കണ്ടുപിടുത്തമാണ് ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്ന പുതിയൊരു കണ്ടുപിടുത്തം. ഇതൊരു ഫാക്ടറിയുടെ ഉൽപ്പന്നമാണ്. ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിൻ്റെ ഫാദർ യൂജിൻ സാൻഡെ ആണ്. അത് ബ്രോൺസ് എറ ബോഡി ബിൽഡിംഗ് പീരീഡ്. അപ്പോൾ യൂജിൻ സാൻഡെ പോലുള്ള ആളുകൾ ബോഡി ബിൽഡിംഗ് മുന്നോട്ട് വെച്ച് തന്നെ ശക്തിയും ആരോഗ്യവും വർദ്ധിപ്പിക്കാനാണ്. അവിടെ ശക്തിയുടെ കാര്യം ഓക്കെ, ഈ ഫാക്ടറിയിൽ നിന്ന് തിന്ന് ശക്തി കൂട്ടാം. പക്ഷേ ആരോഗ്യം വർദ്ധിപ്പിക്കാനെന്ന് യൂജിൻ സാൻഡെ ഫാക്ടറിയിൽ നിന്ന് തിന്ന് ശരീരം പ്രോഗ്രസീവ് ഓവർലോഡ് ചെയ്ത് വലിപ്പം വെക്കുന്നത് ആരോഗ്യത്തിൻ്റെ പ്രതീകമാണെന്ന് യൂജിൻ സാൻഡെ അവിടെ പറഞ്ഞതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം യൂജിൻ സാൻഡയ്ക്ക് അണ്ടർ ഗ്യാദർ ബോഡിയെക്കുറിച്ചുള്ള അറിവില്ല. അയാളുടെ ആ നിലവാരത്തിൽ നിന്ന് അയാൾ ഈ ബോഡി ബിൽഡിംഗ് എന്നുള്ള ഒരു ഫാക്ടറിയുടെ ഉൽപ്പന്നം, ഒരു ഫാക്ടറിയുടെ കണ്ടുപിടുത്തം കൊണ്ട് കുറേ ഫുഡ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ അത് വെച്ച് തിന്ന് ശരീരത്തിൻ്റെ ശക്തിയും വലിപ്പവും കൂട്ടാനുള്ള ഒരു സ്പോർട്സ് അയാൾ കണ്ടെത്തി. പക്ഷേ അത് വളരെ തെറ്റാണ്. നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ആയാലും അത് ദീർഘായുസിന് ഗുണം ചെയ്യത്തില്ല. കാരണം നമ്മുടെ ശരീരത്തിന് തികച്ചും അൺനാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ വലിയ മസിൽ ബിൽഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ മസിൽ മാസം നിലനിർത്താൻ തന്നെ വലിയ അളവിൽ കലറി വേണം. ബിൽഡ് ചെയ്യാനല്ല, ഉള്ളത് നിലനിർത്താൻ. രണ്ടാമത്തെ കാര്യം ഈ മെറ്റബോളിസം, ഈ 5-6 തവണ തിങ്ങണ്ടേ. അനാവശ്യമായിട്ട് മെറ്റബോളിസം വർക്കായിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഫ്രീ റാഡിക്കൽസ് കൂടി, ഓക്സിഡേറ്റീവ് സ്ട്രെസ് കൂടും. അത് ഒരുപാട് DNA ഡാമേജസ് ഉണ്ടാക്കും. അതുപോലെ തന്നെയാണ് നിരന്തരമായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഓട്ടോഫാജി അടിച്ചമർത്തും. അതായത് ശരീരം റിപ്പയർ ചെയ്യേണ്ട സമയത്തൂടെ ഭക്ഷണം ഇങ്ങനെ കിട്ടുന്നതുകൊണ്ട് വളരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ടോട്ടലി നിങ്ങളുടെ ദീർഘായുസ് കുറയും. അതുപോലെ മസിലിൻ്റെ എണ്ണമൊക്കെ കൂടുമ്പോൾ നമ്മുടെ ഹാർട്ടിന് കൂടുതലായിട്ട് പണിയെടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ശരീരം ഇങ്ങനെ റിപ്പയറിങ്ങിനെ ഫോക്കസ് ചെയ്യാതെ വളർച്ചയെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഈ നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ആയാലും. അതും ദീർഘായുസിന് നല്ലതൊന്നുമല്ല. ഈ ഒരു സത്യം കൂടെ മനസ്സിലാക്കണം. യഥാർത്ഥ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ ഹണ്ടർ ഗ്യാദർ ബോഡിയാണ്. ഇപ്പം ഞാനൊക്കെ കണ്ട ഒരു പരിധിക്കപ്പുറം ഞാൻ ഭക്ഷണം കഴിച്ച് ശരീര വലിപ്പം കൂട്ടത്തില്ല. ഞാൻ മസ്കുലാർ എൻഡുറൻസ് ട്രെയിനിങ് ആണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കണ്ടുപിടിച്ചൊരു മെത്തേഡ്, അതിൽ ഹണ്ടറിൻ്റെ ബോഡി നിന്നിട്ട് മസ്കുലാർ എൻഡുറൻസ് കൂട്ടിക്കൊണ്ടിരിക്കണം. അവിടെ പ്രോഗ്രസീവ് ഓവർലോഡ് ഇല്ല. അത് ചെയ്യുമ്പോഴാണല്ലോ തിന്നിട്ട് പിരിവി കയറേണ്ടത്. അപ്പോൾ അതില്ല. അപ്പോൾ ഹണ്ടർ ബോഡി നിന്നിട്ട് മസ്കുലാർ എൻട്രൻസിന് വേണ്ടി കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് പറ്റും, നമുക്ക് ആ ഒരു നാച്ചുറൽ ലോയെ ഫോളോയും ചെയ്യാൻ പറ്റും. നല്ലൊരു ഹണ്ടർ ഗ്യാദർ ലെവൽ ബോഡി ബിൽഡ് ചെയ്യാനും പറ്റും. നമ്മുടെ ദീർഘായുസിനെ അത് വലുതായിട്ട് ബാധിക്കത്തില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നാച്ചുറൽ ബോഡിയും അത് ആരോഗ്യത്തിന് നല്ലതാണെന്ന് വിചാരിക്കുന്നത്. അത് ചെയ്യണവർക്ക് ചെയ്യാം. പക്ഷേ അത് ദീർഘായുസിന് ലോങ്ങിവിറ്റിക്കും നാച്ചുറൽ ബോഡി ബിൽഡിംഗ് നല്ലതല്ല. ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫാക്ടറിയുടെ കണ്ടുപിടുത്തം, ഒരു ഫാക്ടറിയുടെ ഉൽപ്പന്നമാണ്. അത് പ്രകൃതി വിരുദ്ധതയാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സി യു.